ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാന സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകളിൽ സമ്പൂർണ്ണ അവ്യക്തതയെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തോട് സഹായം തേടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഫിനാൻസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ഇത്തവണ കോടതി കേട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറഞ്ഞു. ഈ വർഷം 95 കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത്. 677 കോടി രൂപ ബാക്കിയുണ്ട്. ഇതിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കാമെന്ന കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലായിരുന്നു. കൃത്യമായി അക്കൗണ്ടിംഗ് നടത്താത്തതാണ് ഇതിന് കാരണമെന്നും കോടതി വിമർശിച്ചു. ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണം. SDRF ഫണ്ടിലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക, ആവശ്യമായ തുക എന്നിവയുടെ കൃത്യമായ കണക്ക് ഹാജരാക്കാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച കണക്കുകൾ നൽകുമെന്ന് സർക്കാർ മറുപടി നൽകി. 24 കൊച്ചി. ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. വാർത്താമഴ അതിലേക്കാണ് കടക്കുന്നത്. SDRF ഫണ്ട് മാനദണ്ഡപ്രകാരം പണം ചെലവഴിക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു സഹായവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത് പുനരധിവാസം വരെ. ആ വാടക SDRFിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കോടതി പരിശോധിച്ചാൽ മതി. SDRFിൽ നിന്ന് കൊടുക്കാനാകില്ല, അത് CMDRFിൽ നിന്നാണ് കൊടുക്കുന്നത്. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര സഹായം കൊടുത്തു. SDRFിൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? എത്ര കോടി കേരളത്തിലുണ്ടായാലും 5,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കി 10,000-ൽ 5,000 CMDRFിൽ നിന്ന് കൊടുക്കണം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടിയ കാശല്ലാതെ ചൂരൽമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിരുത്തരവാദപരമായി പെരുമാറുകയാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. അഡ്വാൻസ് കൊടുക്കാലോ കേന്ദ്രത്തിന്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിൽ ആ സമീപനം കേരളത്തെ ശിക്ഷിക്കുന്നതായി, വയനാടിനെ ശിക്ഷിക്കുന്നതായി ശരിയായ കാര്യമല്ല. കയ്യിലുള്ള പൈസ വെച്ച് നടത്തിയിട്ട് കേന്ദ്രത്തോട് വാങ്ങിച്ചെടുക്കാനുള്ള നടപടിയായിരുന്നു കേരള സർക്കാർ സ്വീകരിക്കേണ്ടത്. കേന്ദ്രം ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ ആ കാര്യം മാത്രം പറഞ്ഞിട്ട് ഈ ദുരന്തമുഖത്തു നിന്നും മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഗുരുതരമായിട്ടുള്ള വിമർശനം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിമർശനമാണ്. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ഉത്തരവാദികളാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തുക പോലും തരുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ, ആ തുക ചെലവഴിക്കുന്നുണ്ടോ? അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ് നടക്കുന്നത്? ഒരു ദുരന്ത നിവാരണവും ഇല്ല. വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു. 1000-ഓളം വീടുകളാണ് ഓഫറുള്ളത്. ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു. സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാർ പറ്റിയിട്ടില്ല. വയനാട് പുനരധിവാസ പാക്കേജ് അട്ടിമറിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് വ്യക്തമായതായി BJP. പ്രസക്തമായ ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് പുനരധിവാസ പാക്കേജ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചത് സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു. വയനാട്ടിൽ ഹർത്താൽ നടത്തിയ LDFും UDFും ജനങ്ങളോട് മാപ്പ് പറയണം. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഈ വിഷയത്തിൽ നൽകിയ മറുപടി നിരാശാജനകമെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് കുറ്റപ്പെടുത്തി. ഓഗസ്റ്റ് 2-ാം തീയതി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ കത്ത് തിരുവനന്തപുരത്ത് നിന്ന് അയക്കുകയും ഞാനിവിടെ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് 17-ാം ദിവസം നാം 1202 കോടി രൂപയുടെ ധനസഹായം വേണം എന്ന മെമ്മോറാണ്ടം കൊടുത്തു. പാർലമെൻറ്റ് തുടങ്ങിയ സന്ദർഭത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എന്നെ വിളിച്ചിരുന്നു. അവിടെയും പറഞ്ഞത് ആവശ്യമായ സഹായം നൽകും എന്നായിരുന്നു.
കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ മറുപടി വളരെ നിരാശാജനകമാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സർക്കാർ വെട്ടിയ ഭാഗം പുറത്തുവിടുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം. ഒഴിവാക്കിയ ഭാഗം പുറത്തുവിടുന്നതിൽ ഇന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പറയില്ല. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ലഭിച്ച പരാതി പരിശോധിച്ച ശേഷം മാത്രമേ ഉത്തരവുണ്ടാകൂ എന്നാണ് വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുണ്ടായിരുന്ന ട്വിസ്റ്റ് ഇന്നും ആവർത്തിച്ചു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 5 പേജുകളും 11 ഖണ്ഡികകളും ഒഴിവാക്കിയാണ് നേരത്തെ നൽകിയത്. പേജുകൾ അറിയിക്കാതെ ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ ഇന്ന് ഉത്തരവിറക്കുമെന്നായിരുന്നു കമ്മീഷൻ അറിയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം വീണ്ടും ട്വിസ്റ്റ്. സർക്കാർ ഒഴിവാക്കിയ ഭാഗം പുറത്തുവിടുന്നതിനെതിരെ പുതിയ പരാതി ലഭിച്ചെന്നും അതിനുശേഷം മാത്രം തീരുമാനമെന്നും വിവരാവകാശ കമ്മീഷൻ നിലപാടെടുത്തു. ഞങ്ങൾക്ക് ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ കമ്മീഷൻ ഇന്ന് അറിയിച്ചിട്ടുള്ളൂ. അതിനി ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത്. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. 295 പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ നൽകാനാണ് ജൂലൈ 5-ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. വ്യക്തിഗത വിവരങ്ങളായ 33 ഖണ്ഡികകൾ കമ്മീഷൻ നേരിട്ട് ഒഴിവാക്കി. സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റു വിവരങ്ങൾ ഒഴിവാക്കാൻ സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസർക്ക് വിവേചനാധികാരം നൽകിയെങ്കിലും ഏതാണെന്ന് അപേക്ഷകരെ മുൻകൂട്ടി അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 101 ഖണ്ഡികകൾ കൂടി വിവരാവകാശ ഓഫീസർ ഒഴിവാക്കി. ഒഴിവാക്കിയ പേജുകളും ഖണ്ഡികകളും പട്ടിക തിരിച്ച് അപേക്ഷകർക്ക് നൽകി. ഈ പട്ടികയിൽ ഇല്ലാതിരുന്നവയും പിന്നീട് ഒഴിവാക്കിയതാണ് പരാതിക്ക് ആധാരം. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്? എന്തിനു ഭയപ്പെടാൻ? സർക്കാർ എന്തിനാ ഭയപ്പെടുന്ന കാര്യം? പൂർണ്ണരൂപത്തിൽ ഇത് മൊത്തം പുറത്തു വരട്ടെ. എന്താണോ ഹേമ കമ്മിറ്റി പറഞ്ഞത് അതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു നിയമനിർമ്മാണം തന്നെ നടത്താൻ പോവുക. 24 തിരുവനന്തപുരം. വൈദ്യുതി നിരക്ക് വർധനയിൽ അദാനി ബന്ധം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിരക്ക് വർധനയെ ന്യായീകരിക്കുകയാണ് സർക്കാർ. UDF സർക്കാരിന്റെ കാലത്ത് 2016 ഒപ്പുവെച്ച ദീർഘകാല കരാർ ഇടതുപക്ഷ സർക്കാർ റദ്ദാക്കിയത് അദാനി ഗ്രൂപ്പിന് വഴിയൊരുക്കാനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കരാർ റദ്ദാക്കിയതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകിയിരുന്ന 2 കമ്പനികളെ ഒഴിവാക്കി. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് 2016 ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കി പകരം 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. കരാർ റദ്ദാക്കിയ റെഗുലേറ്ററി കമ്മീഷനിൽ CPIM അനുഭാവികളെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ആരോപണങ്ങൾ CPIM തള്ളി. രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് വളരെ വസ്തുതാരഹിതമായ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ താല്പര്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയാണ്. ഉപഭോക്താക്കളോട് നിരക്ക് വർധനയിൽ സഹകരിക്കണമെന്ന വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. അടുത്ത വർഷം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധന ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി. വരവും ചെലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ പർച്ചേസ് എത്രയാണ്? നമ്മൾ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്, 30% ഉൽപ്പാദനമുള്ളൂ. നിരക്ക് വർധനയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. 24 തിരുവനന്തപുരം. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 5 തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് ക്ഷണിച്ചു വരുത്തിയ വിനയാണ്. വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയതും അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറഞ്ഞതുമാണ് KSEBയുടെ അധിക ബാധ്യതയ്ക്ക് കാരണം. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ ദീർഘകാല കരാർ എന്തിനു റദ്ദാക്കിയെന്ന ചോദ്യം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുമുണ്ട്. 2023 മെയ് 10 വരെ വൈദ്യുതി വകുപ്പിൽ എല്ലാം കൃത്യമായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ 30% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. ബാക്കിയുള്ള 70% പുറത്തുനിന്നും വാങ്ങുന്നതായിരുന്നു രീതി. ഇതിനായി 2015 മുതൽ 2040 വരെ 3 കമ്പനികളുമായി ദീർഘകാല കരാറുണ്ടായിരുന്നു. യൂണിറ്റിന് 4 രൂപ 26 പൈസയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി 7 വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നത് 2023 റദ്ദാക്കി. അക്കാലത്ത് കൃത്യമായി പറഞ്ഞാൽ 2020-2021 KSEBയ്ക്ക് 900 കോടി രൂപയുടെ പ്രവർത്തന ലാഭവുമുണ്ടായിരുന്നു. പിന്നാലെ യൂണിറ്റിന് 8 രൂപ മുതൽ 12 രൂപ വരെ ഈടാക്കിയുള്ള ഹ്രസ്വകാല കരാർ നടപ്പിലാക്കി. ഇതോടെ സകലതും കീഴ്മേൽ മറിഞ്ഞു.
കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഇത് അന്നേ കണക്കുകൾ നിരത്തി പറഞ്ഞതാണ്. ഒടുവിൽ വിവാദമായപ്പോൾ മുഖ്യമന്ത്രി തന്നെ ദീർഘകാല കരാർ തിരിച്ചു കൊണ്ടുവരണമെന്ന് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് നിയമസഭയെ അറിയിച്ചു. എന്നാൽ കമ്പനികൾ കോടതി കയറി ചെറിയ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ദീർഘകാല കരാറിൽ നിന്നും രക്ഷപ്പെട്ടു. ചോദ്യങ്ങൾ രണ്ടുണ്ട്. ഒന്ന്, കോടികൾ ലാഭമുണ്ടാക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണോ ദീർഘകാല കരാർ ഉപേക്ഷിച്ചത്? രണ്ട്, ഹ്രസ്വകാല കരാർ കൊണ്ട് ലാഭമുണ്ടാക്കിയതാര്? ഇതിനുള്ള ഉത്തരം എന്താണെങ്കിലും അധികഭാരം ചുമക്കേണ്ടി വരുന്നത് വൈദ്യുതി ഉപഭോക്താക്കളാണ്. മൾട്ടി ഇയർ താരിഫ് ഈ വർഷം യൂണിറ്റിന് 16 പൈസ, അടുത്ത വർഷം 12 പൈസ, 3 വർഷത്തിനിടയിൽ 28 പൈസയുടെ വർധനവ്. സാധാരണക്കാരന്റെ നടുവൊടിയും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ആരാധനാലയ നിയമത്തിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങുന്നതാണ് ബെഞ്ച്. ആരാധനാലയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ ബെഞ്ച് പരിഗണിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഹർജികളും അതിന്മേൽ കോടതി എടുക്കാൻ പോകുന്ന നിലപാടും. എത്ര ഹർജികളുണ്ട്? ആരൊക്കെയാണ് ഹർജികൾ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, 1991 പാസാക്കിയ ആരാധനാലയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിനായാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിൽ ആരാധനാലയങ്ങൾ ഏത് സ്വഭാവമുള്ളതായിരുന്നു, ഏത് മതത്തിന്റെ കൈവശമായിരുന്നു, അത് ആ തൽസ്ഥിതി തുടരുന്നത് ഉറപ്പുവരുത്തുന്നതാണ് ഈ 1991 ആരാധനാലയ നിയമം എന്നുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഈ നിയമം വഴി ഹിന്ദു വിഭാഗം, ജൈന, സിഖ് വിഭാഗങ്ങൾക്ക് തങ്ങളുടെ ആരാധനാലയങ്ങൾ, നഷ്ടപ്പെട്ട ആരാധനാലയങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് തടസ്സമാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് BJP നേതാവ് അടക്കമുള്ള അഭിഭാഷകനുമായ അശ്വിനി ഉപാധ്യായ അടക്കമുള്ള ഒരു കൂട്ടം പേർ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഒപ്പം തന്നെ ഈ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് ഗ്യാൻവാബി മസ്ജിദ് കമ്മിറ്റി അടക്കം സമർപ്പിച്ച ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ രണ്ട് ഹർജികളും ഇതിന്റെ സാധുത, ഈ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ടുമുള്ളത് പരിഗണിക്കുന്നതിനായാണ് ഈ പ്രത്യേക ബെഞ്ച്. ചീഫ് ജസ്റ്റിസ് നേതൃത്വത്തിലുള്ള ഈ ബെഞ്ചിൽ ജസ്റ്റിസ് അശ്വിനി കുമാർ, ജസ്റ്റിസ് കെ.വി. വിശ്വനാഥൻ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ഈ വരുന്ന ഡിസംബർ 12 ഉച്ചകഴിഞ്ഞ് 3:30 ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതിയുടെ നീക്കം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കുറെ കൂടി പ്രസക്തിയുണ്ട്. അപ്പോൾ പ്രത്യേക ബെഞ്ച് തുടർച്ചയായി ഈ ഹർജികളിൽ അടുത്ത ദിവസം മുതൽ വാദം കേട്ടു തുടങ്ങും. വിവാദ പ്രസ്താവനയുമായി CPM നേതാവ് MM മണി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്നുമാണ് MM മണിയുടെ വാക്കുകൾ. പല നേതാക്കന്മാരെയും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരെ എല്ലാം നേരിട്ടിട്ടുണ്ടെന്നും MM മണി പറഞ്ഞു. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ മരിച്ചുകൊണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട്, അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുന്നില്ല. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എവിടെയാണ് MM മണിയുടെ ഈ വിവാദ പരാമർശങ്ങൾ? പാർട്ടി സമ്മേളന കാലത്ത് ഏതോ ഒരു സമ്മേളന വേദിയിൽ നിന്നാണെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനിടെയാണ് MM മണിയുടെ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസംഗവുമായി നടന്നാൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല, പ്രസ്ഥാനം ഉണ്ടാകില്ല. മറിച്ച് ആളുകളെ കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ നല്ലത് പറയണമെങ്കിൽ നമ്മൾ തിരിച്ചടിക്കണം എന്നുള്ളതാണ്. നമ്മളെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ നമ്മൾ അവരെ തിരിച്ചടിക്കണം, കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ കൂടെ നിൽക്കില്ല, ആളുകൾ നല്ലത് പറയില്ല. ആളുകൾ നല്ലത് പറഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് MM മണി ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പല നേതാക്കന്മാരെയും വെട്ടിയും വെടിവെച്ചും ഒക്കെ
പല ആളുകളും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ആളുകളെയൊക്കെ പല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല താൻ ഉൾപ്പെടെയുള്ള, അതായത് എം എം മണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നേരിട്ട് പലരെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഈ പ്രസ്താവനയിൽ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മുമ്പ് വലിയൊരു 1, 2, 3 പ്രസ്താവന നടത്തി വലിയ വെട്ടിലായ, വിവാദത്തിലായ അല്ലെങ്കിൽ പ്രതിസന്ധിയിലായ ഒരു നേതാവ് കൂടിയാണ് എം എം മണി. എന്തായാലും ഇത്തവണ അത്രയും കടന്നു പോയിട്ടില്ല. പക്ഷേ ഒരു പരിധിവരെ ഇത് വിവാദമായിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്ര ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു ആഹ്വാനമാണ് ഈ പ്രവർത്തകരോട് എം എം മണി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പഴയ 1, 2, 3 പ്രസംഗമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് എം എം മണി അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളന വേദിയിലെ ഈ പ്രസംഗത്തിലും ചെയ്തിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി E.K. നായനാരുടെ പത്നി ശാരദ ടീച്ചർ നവതിയുടെ നിറവിൽ. വൃശ്ചിക മാസത്തിലെ അവിട്ടം നാളായ ഇന്നാണ് ടീച്ചർക്ക് പിറന്നാൾ. കണ്ണൂരിലെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സ്പീക്കർ എൻ ഷംസീർ തുടങ്ങിയ നിരവധി പേർ ആശംസകൾ നേരാനെത്തി. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. അരുൺ, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നിരവധി ആളുകൾ ശാരദ ടീച്ചറെ കാണാനും ആശംസകൾ അറിയിക്കാനും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? അതുതന്നെയാണ് വിജയകുമാർ. ഇപ്പോൾ കണ്ണൂർ ധർമ്മശാലയിലുള്ള പാർത്ത കൺവെൻഷൻ സെന്ററിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാർത്ത കൺവെൻഷൻ സെന്ററിലാണ് ടീച്ചറുടെ നവതി ആഘോഷം കുടുംബം ഇന്ന് തീരുമാനിച്ചിരുന്നത്. അവിടെ നവതി ആഘോഷം നടക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും, സ്പീക്കർ AN ഷംസീർ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, EP ജയരാജൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തിയിരുന്നു. സിനിമാ മേഖലയിലെ ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ ടീച്ചർക്ക്, ശാരദ ടീച്ചർക്ക്, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ടീച്ചർക്ക് ഈ നവതി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി, ടീച്ചറെ ആദരമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും നവതി ആഘോഷം ഇവിടെ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ, ഒട്ടേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ പാർത്ത കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്നുണ്ട്. ടീച്ചറുടെ മറുപടി പ്രസംഗം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മറ്റുള്ള ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ടീച്ചറെ ആദരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. സുരേഷ് ഗോപി പറഞ്ഞത്, ടീച്ചർ ഈ കല്യാശ്ശേരിയിൽ എത്തുമ്പോൾ ടീച്ചറുടെ ഒരു അനുഗ്രഹം മതി, ആ അനുഗ്രഹമാണ് ജീവിതത്തിലെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് പ്രചോദനമേകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇങ്ങനെ VM സുധീരൻ ഉൾപ്പെടെയുള്ള EP ജയരാജൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, ഇവിടേക്ക് എത്തിച്ചേർന്ന ആളുകളെല്ലാവരും ടീച്ചറുടെ ഇത്തരത്തിലുള്ള സ്നേഹം മാത്രമാണ് ചൂണ്ടിക്കാട്ടിച്ചത്. ടീച്ചറും നേരത്തെ സൂചിപ്പിച്ചത്, മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂചിപ്പിച്ചത്, ഇങ്ങനെ ലോകത്തെ എന്നും സ്നേഹിച്ചുകൊണ്ട് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ എക്കാലത്തെയും പ്രാർത്ഥന എന്ന ടീച്ചറും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഈ നവതി ആഘോഷം, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ നവതി ആഘോഷം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ടീച്ചറെ കാണാനും ആശംസകൾ അറിയിക്കാനും സുരേഷ് ഗോപിയുണ്ട്, EP ജയരാജനുണ്ട്, VM സുധീരനുണ്ട്, AN ഷംസീർ സ്പീക്കറുണ്ട്. അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത്, മുഖ്യമന്ത്രിക്കെതിരെ പ്രേരണാക്കുറ്റം ചുമത്താൻ കഴിയില്ല നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ എന്നതാണ്. കേസെടുക്കണമെന്ന പരാതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് നൽകിയ ഹർജിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. നവകേരള യാത്രയ്ക്കിടയിലെ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രേരണാക്കുറ്റം ചുമത്തണം എന്നതായിരുന്നു എറണാകുളം DCC അധ്യക്ഷൻ്റെ ആവശ്യം. അത് നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് DCC പ്രസിഡന്റിന്റെ ഈ ആവശ്യം നിലനിൽക്കില്ല എന്ന് പോലീസ് പറയുന്നത്? ഏറെക്കുറെ പ്രതീക്ഷിച്ചത് തന്നെയാണ് വിജയകുമാർ ഇത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ പോലീസ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് ഒരു റിപ്പോർട്ട് നൽകും എന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കുക വയ്യ. ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്നുള്ളതാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. നവകേരള യാത്രക്കിടയിലെ രക്ഷാപ്രവർത്തന പരാമർശം അതൊരു പ്രേരണാക്കുറ്റമായി പരിഗണിക്കാനാവില്ലെന്നും പ്രേരണാക്കുറ്റം ചുമത്താനുള്ള തെളിവില്ലെന്നും പോലീസ് പറയുന്നു. അതായത് പിന്നീട് പോലീസ് നടത്തിയ അക്രമം, അതോടൊപ്പം തന്നെ ഈ DYFI പ്രവർത്തകർ നടത്തിയ അതിക്രമം, അത്തരം കാര്യങ്ങൾക്കെല്ലാം ഹേതുവായത് മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് എന്ന് പറയാനാകില്ല. അങ്ങനെ തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന പരാതിയിൽ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എറണാകുളം മുൻപാകെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ ഹർജിയിലാണ് ഈ റിപ്പോർട്ട് സെൻട്രൽ സ്റ്റേഷൻ SHO ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്.
സ്വാഭാവികമായും അതിൽ അപ്രതീക്ഷിതമായൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു കേസ്, അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു. ഹൈക്കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണ് മന്ത്രി പറയുന്നതെന്ന് കേൾക്കാം. ഞാൻ അങ്ങനെ കോടതി അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഏതാവശ്യത്തിനാണ് ചെലവഴിക്കുക എന്ന് ചോദ്യം ചോദിച്ചാൽ എത്ര രൂപ കൊടുക്കാമെന്ന് ഞാൻ പറയാം. അതിന് ആരോടും ചോദിക്കേണ്ട. STRFന്റെ നോംസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. CPIയുടെ നേതാവും AITC നേതാവും ഒക്കെ ജനറൽ സെക്രട്ടറി KP രാജൻ ഉൾപ്പെടെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കണം എന്ന നിലപാടാണ്. ഇതൊന്നും കഴിഞ്ഞിട്ട് പോവാം. എന്താ അങ്ങനെ സംശയം? ആർക്കാ സംശയം? ഹൈക്കോടതിക്ക് സംശയമുണ്ടെന്ന് സൂരജ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഹാജരായ അഭിഭാഷകൻ ചോദിക്കട്ടെ. അപ്പോൾ വ്യാഴാഴ്ച ആ കാര്യം ഞങ്ങൾ പറയാം. SDRFന്റെ ഫണ്ടിൽ ഇപ്പോൾ തന്നിട്ടുള്ള തുക വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ചിട്ട് ഇവിടെ ചെലവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഇതിനകത്ത് ചൂരൽമലയ്ക്ക് മാത്രമായിട്ട് നമുക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഫണ്ട് തന്നെ വേണം എന്നുള്ളത്. കാരണം ഇപ്പം അങ്ങനെ സൂചിപ്പിച്ച് വാടകയുടെ കാര്യത്തിലും അതിലുപയോഗിക്കുന്നതിൽ മറ്റു മേഖലകളിലേക്കും ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. അതിലെന്താ ഒരു ക്ലാരിഫിക്കേഷൻ? അല്ല, ഒരു പ്രശ്നവുമില്ല. കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളിൽ 3 നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. STRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 1,30,000 പുനരധിവാസം, 75,000 റോഡ്, മരണപ്പെട്ടതിന് 4 ലക്ഷം, വാഴ തകർന്നാൽ 620. ഇതും കൊടുത്തത് കൊണ്ട് ചൂരൽമല രക്ഷപ്പെടില്ല. ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം. ആ പാക്കേജിന് വേണ്ടിയാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഇതിവിടെ കേവലമായ തർക്കത്തിലേക്ക് പോകാനല്ല കേരളം ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഇക്കാര്യത്തിൽ സ്പെസിഫിക്കായ മറുപടി പറയട്ടെ. STRFന്റെ ഫണ്ടിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് അധികരിക്കുന്ന ചെലവിൽ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് മറുപടി പറഞ്ഞോട്ടെ. STRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള പണം മാത്രമേ കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന് ഞങ്ങൾ തരുള്ളൂ എന്നാണ് മറുപടിയെങ്കിൽ അത് പറഞ്ഞോട്ടെ. കേരളം മറ്റു വഴി നോക്കും. ഒരു കാരണവശാലും ഒരാളെയും അനാഥമാക്കില്ല. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം പറയുകയാണ്. 677 കോടി കേരളത്തിൻ്റെ കയ്യിലുണ്ട്. ചൂരൽമലയിൽ STRFന്റെ മാനദണ്ഡങ്ങളിൽ പെടുന്ന ആ പണം തുടർച്ചയായി എടുത്ത് ചിലവഴിക്കുകയല്ലേ. തുടർച്ചയായി എവിടെയെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രയാസവും ഉണ്ടാകില്ല. പക്ഷെ മാനദണ്ഡങ്ങളപ്പുറത്ത് ചൂരൽമലയിലെ മനുഷ്യൻ്റെ കണ്ണീര് തുടയ്ക്കാൻ ഒരുപാട് സഹായങ്ങൾ വേണ്ടി വരും. അതാണ് മഹാഭൂരിപക്ഷവും. അതിനു വേണ്ടിയുള്ള പണം അഡീഷണൽ അസിസ്റ്റന്റ് തരാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ? അത് പറഞ്ഞാൽ പ്രശ്നം ഇനി വൈദ്യുതി നിരക്ക് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ CPIയുടെ നേതാക്കൾ തന്നെ പരസ്യമായി അത് പിൻവലിക്കണം എന്ന നിലപാടെടുത്തിട്ടുണ്ട്. എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയുന്നത് അക്കാര്യത്തിൽ ശരിയല്ല. എന്താണ് KP രാജേന്ദ്രൻ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. പൊതുവെ ആളുകൾക്കിടയിൽ നിന്ന് ഏത് വർധനവുണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയരും. ആവശ്യങ്ങൾ ഉയർന്നാൽ അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ച് അവർ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറുപടി നൽകും. കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. കോടതിയെ വിഷയത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. സർക്കാർ അത് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇത് ഒരു കാര്യത്തിലും അവ്യക്തതയില്ല എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പാസ്ബുക്കിൽ ഉള്ള പണം കയ്യിലുണ്ടോ എന്നതിൽ ആർക്കാണ് സംശയം? കോടതി അത് ചോദിക്കുന്നുണ്ടല്ലോ. ഓഡിറ്റിംഗ് ഒക്കെ സംബന്ധിച്ച് കണക്കുകളിൽ വ്യക്തത വരുത്തണം. സമ്പൂർണ്ണമായി വ്യക്തത ഇല്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. അതിൽ വ്യക്തത വരുത്താൻ ബുദ്ധിമുട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ADM ആയിരുന്ന K നവീൻ ബാബുവിൻ്റേത് തൂങ്ങിമരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണം കൊലപാതകമെന്ന് K നവീൻ ബാബുവിൻ്റെ കുടുംബം സംശയം ഉന്നയിക്കുന്നതിനിടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം പരിയാരത്ത് നടത്തരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല എന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധു പ്രതികരിച്ചു. നവീൻ ബാബുവിന്റെ ദേഹത്ത് സംശയകരമായ പരുക്കുകളോ മുറിവുകളോ ഇല്ല. ആന്തരാവയവങ്ങളിൽ അസ്വാഭാവികതയില്ല. K നവീൻ ബാബുവിൻ്റേത് തൂങ്ങിമരണം തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തെ കുടുംബം തള്ളുകയാണ്. മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കുടുംബത്തെ അറിയിച്ചില്ലെന്നാണ് പരാതി. പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും കോഴിക്കോട് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധു അഡ്വക്കേറ്റ് അനിൽ P. നായർ. ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ശേഷമാണ് നമ്മൾക്കുമായിട്ട് ഫസ്റ്റ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചാർജ് എടുക്കാൻ വേണ്ടി വരുന്ന ആളല്ലേ. K നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്നലെ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നത്. 24 പത്തനംതിട്ട.
ചരിത്ര നിമിഷത്തിനൊരുങ്ങി വത്തിക്കാൻ. ചരിത്ര നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭാരത കത്തോലിക്ക സഭ. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് കൂവക്കാടിനെ ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് ചടങ്ങുകൾ. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വത്തിക്കാൻ സമയം വൈകിട്ട് 4-നാണ് തിരുക്കർമ്മങ്ങൾ. സ്ഥാനാരോഹണ സമയത്ത് ജോർജ് കൂവക്കാടിന്റെ മാതൃ ഇടവകയായ മാമൂട് ലൂർദ് മാതാ പള്ളിയിലും ചങ്ങനാശ്ശേരി രൂപതയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കേരളത്തിൽ നിന്നും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ തോമസ് പാടിയത്ത്, മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ഉൾപ്പെടെയുള്ളവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പുതിയ കർദിനാൾമാർ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച വത്തിക്കാൻ സമയം രാവിലെ 9:30-ക്ക് മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ ഭാഗമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർപ്പാപ്പയോടൊപ്പം പുതിയ കർദിനാൾമാരും കാർമ്മികത്വം വഹിക്കും. സീറോ മലബാർ സഭയിൽ നിന്നും പ്രത്യേകമായി ക്ഷണം ലഭിച്ച വൈദികർ സഹകാർമ്മികരാകും. വൈകിട്ട് സാന്താ അനസ്താസിയ സീറോ മലബാർ ബസലിക്കയിൽ മാർ ജോർജ് കൂവക്കാടിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കൃതജ്ഞതാ ബലിയർപ്പണവും തുടർന്ന് സ്വീകരണ സമ്മേളനവും നടക്കും. സ്ഥാനാരോഹണത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘവും വത്തിക്കാനിലെത്തിയിട്ടുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കൊടിക്കുന്നിൽ സുരേഷ് MP, BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, BJP ദേശീയ വക്താവ് ടോം വടക്കൻ എന്നിവർ പ്രതിനിധി സംഘത്തിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിനെ കർദിനാളായി ഉയർത്തുക. വത്തിക്കാനിൽ നിന്ന് 24-നായി ഫാദർ പ്രിൻസ് തെക്കേപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാർ ജോർജ് കൂവക്കാട് കർദിനാളായി നിയുക്തനാകുന്ന ദിവസം വത്തിക്കാനിൽ ആഗതമായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി വത്തിക്കാനും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയും ഈ സുദിനത്തിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ആയിരക്കണക്കിന് സന്ദർശകരാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് ഓരോ ദിവസവും വരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തും സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടും ഉച്ചയ്ക്ക് 12:30 വരെ മാത്രമാണ് ബസലിക്കയ്ക്കുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം കർദിനാൾമാരെ നിയുക്തരാക്കുന്ന ആ ചടങ്ങിലേക്ക്, ആ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രത്യേക പാസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അത് 2 മണി മുതൽ വത്തിക്കാൻ ബസലിക്കയ്ക്കുള്ളിലേക്ക് പാസ് മൂലം നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് മാർ ജോർജ് കൂവക്കാടിനും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് ഒരു പ്രത്യേക സന്ദർശനം മാർപ്പാപ്പ അനുവദിച്ചിട്ടുണ്ട്. ആ സന്ദർശനത്തിന് ശേഷം നിയുക്ത കർദിനാൾമാരെല്ലാവരും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് പ്രവേശിക്കും. 4 മണിയോടുകൂടിയാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്കുള്ളിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. 100 കണക്കിന് മലയാളികളും ഇന്ത്യക്കാരും യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ ഒട്ടനവധി പേർ വത്തിക്കാനിലെത്തിയിട്ടുണ്ട്. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും 24 ന്യൂസിന് വേണ്ടി ഫാദർ പ്രിൻസ് തെക്കേപ്പുറം CSSR. ഇടവക അംഗം കർദിനാൾ പദവിയിലേക്ക് എത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമ്മൂട് ലൂർദ് മാതാ പള്ളിയിലെ അംഗങ്ങൾ. വത്തിക്കാനിൽ ചടങ്ങുകൾ നടക്കുന്ന സമയം ഇടവക പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ പദവിയിലേക്കുള്ള അപ്രതീക്ഷിത നിയോഗത്തിന്റെ ആഹ്ലാദത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയും മാതൃഇടവകയും. ചങ്ങനാശ്ശേരി മാമ്മൂട് ലൂർദ് മാതാ ഇടവകയിലെ ജേക്കബ് ലീലാമ ദമ്പതികളുടെ മകൻ വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ചങ്ങനാശ്ശേരി SB കോളേജിൽ കെമിസ്ട്രി ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് വൈദിക പഠനത്തിന് ചേർന്നത്. പൗരോഹിത്യത്തിന്റെ 20-ാം വാർഷികത്തിൽ കർദിനാൾ തിരുസംഘത്തിലേക്ക് ആഹ്ലാദം പങ്കുവെച്ച് ഇടവകാംഗങ്ങൾ. വലിയ സൗഭാഗ്യമാണ് ഇടവകയ്ക്ക് കിട്ടിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കുഞ്ഞിടവക, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുഞ്ഞിടവക, ഇവിടെ നിന്ന് ഒരു മകൻ അച്ഛനായിട്ട് മാറി പതിയെ മെത്രാപ്പോലിത്തയായി കർദിനാളായിട്ട് മാറ്റുമ്പോൾ ഇടവ സമൂഹം മുഴുവൻ സന്തോഷിക്കുന്നു. കൂക്കാട്ടുപിതാവിൻ്റെ ഈ കർദിനാൾ പദവി അതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ ഇടവകാംഗം എന്ന നിലയിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ഞങ്ങൾ ഒത്തിരി ഇന്ന് വൈകുന്നേരത്തെ ചടങ്ങിനൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് നിധി കിട്ടിയണക്കായി ഞങ്ങൾ ഇത്രയും ഒരു പദവി കിട്ടിയത്.
അളവറ്റ ദൈവാനുഗ്രഹത്തിന്റെ ഫലമെന്ന് മാർ ജോർജ് കൂവക്കാടിന്റെ സഹോദരി ലിറ്റി. ദൈവം ശരിക്കും വഴി തെളിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒക്കെ നമ്മൾ എത്തിയത്. കാരണം സാധാരണക്കാരായി ജീവിച്ചു വന്ന നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ ജീവിച്ചു വന്നവരാണ്. അപ്പം ദൈവം ശരിക്കും ഒരുക്കിയതാണ്, വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും കുടുംബാംഗങ്ങളും വത്തിക്കാനിലെ ചടങ്ങുകളിൽ പങ്കെടുക്കും. 24 കോട്ടയം. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. UDF പ്രവേശന സാധ്യതാ ചർച്ചകൾ വീണ്ടും സജീവമാക്കുകയാണ് PV അൻവർ MLA. മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനെയും PV അൻവർ കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായുള്ള ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നും തനിക്ക് മുന്നിൽ വഴികളേറെയുണ്ടെന്നും PV അൻവർ പറഞ്ഞു. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഡൽഹിയിലെത്തിയ PV അൻവർ തിരക്കിട്ട ചർച്ചകളിലാണ്. UDF പ്രവേശനമാണ് ലക്ഷ്യം. ആദ്യഘട്ട കൂടിക്കാഴ്ച മുസ്ലിം ലീഗ് നേതാക്കളുമായി ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവരെ നേരിൽ കണ്ടു. പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റൊരു പാർട്ടിയിലൂടെ UDFന്റെ ഭാഗമാകാനാണ് ശ്രമം. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടികളുമായും PV അൻവർ ചർച്ച നടത്തി. മറ്റു പാർട്ടികളിലെ അതൃപ്തരെയും ഒപ്പം കൂട്ടാനാണ് നീക്കം. പ്രപ്പോസൽ നൽകിയിരിക്കുന്നത് ദേശീയ പാർട്ടികൾക്കാണെന്നും തനിക്ക് മുന്നിൽ വഴികളേറെയുണ്ടെന്നും PV അൻവർ 24നോട്. ഡയറക്റ്റ് ആയിട്ട് UDFിലെ ഘടകകക്ഷികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേരാൻ കഴിയാത്ത എന്നാൽ ആൻറ്റി പിണറായി മൈൻഡുള്ള ഒരുപാട് ആളുകളും ഒരുപാട് പ്രവർത്തകരും നാട്ടിലുണ്ട്. ഇവർക്കെല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുന്നതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗോഡ്ഫാദർ വേണം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായുള്ള ചർച്ച ദുർബലപ്പെടുത്തിയത് പിണറായി വിജയനാണെന്നും PV അൻവർ. ആ ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ തുടങ്ങി, ഇതിന് പല തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. PV അൻവറുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDFുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു ചർച്ചയും നടത്തുന്ന പ്രശ്നമില്ല, ഒരു ചർച്ചയില്ല. പിണറായി സത്തെയും RSSനെയും നേരിടേണ്ട സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുവെന്നും തന്റെ ആശയത്തിൽ പിന്തുണയ്ക്കുന്നവർ CPIMലും കോൺഗ്രസിലുമുണ്ടെന്നും PV അൻവർ വ്യക്തമാക്കി. ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് PV അൻവർ ചർച്ചകൾക്ക് വേഗത കൂട്ടിയത്. അൻവറിന്റെ UDF പ്രവേശനത്തിന് മുസ്ലിം ലീഗ് പിന്തുണയറിയിച്ചതായാണ് വിവരം. വിനീത VG 24 ഡൽഹി. നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP സന്ദർശനത്തിൽ വിമർശനം തുടർന്ന് ഹൈക്കോടതി. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ദിലീപ് മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയെന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞു. ദിലീപ് ദർശനം നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ക്യൂവിൽ നിർത്തി നടൻ ദിലീപിനും സംഘത്തിനും VIP സന്ദർശനം ഒരുക്കിയ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ സമയത്ത് മറ്റുള്ളവരുടെ ദർശനം മുടങ്ങി. അവരെ തടഞ്ഞ് എന്തിനാണ് ദർശനമെന്നും കോടതി ചോദിച്ചു. ഇത്തരം സംഭവങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഹരിവരാസന സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകാനാണ് ശ്രമിക്കേണ്ടത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദിലീപിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. അമിക്കസ് ക്യൂറി തിങ്കളാഴ്ച വിഷയത്തിൽ റിപ്പോർട്ട് നൽകും. 24 കൊച്ചി. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K ഗോപാലകൃഷ്ണനെ സംരക്ഷിച്ച് ചാർജ് മെമ്മോ. മൊബൈൽ ഹാക്ക് ചെയ്തുവെന്ന പോലീസിന് വ്യാജ പരാതി നൽകിയതും മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ചാർജ് മെമ്മോയിൽ പറഞ്ഞിട്ടില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് 24 ലഭിച്ചു. മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന K ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ പണി പോകാതെ സംരക്ഷിച്ചു നിർത്താനുള്ള എല്ലാമുണ്ട് ഈ ചാർജ് മെമ്മോയിൽ. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയിൽ നിയമപരമായി നിലനിൽക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് പരാമർശമേയില്ല. ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ ഇവയൊക്കെ. K ഗോപാലകൃഷ്ണൻ സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അനൈക്യത്തിന്റെ വിത്തുകൾ പാകി. ഓൾ ഇന്ത്യ സർവീസ് കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു. K ഗോപാലകൃഷ്ണനെതിരെയുള്ള കുറ്റങ്ങൾ ഇതിലൊതുക്കി. തന്റെ ഫോൺ ഹാക്ക് ചെയ്തുവെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതി. എന്നാൽ ഫോറൻസിക് പരിശോധനയിലും മെറ്റയുടെ മറുപടിയിലും ഹാക്കിംഗ് നടന്നിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതാണ്. ഈ വിവരം സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ടായി ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ നൽകിയത് വ്യാജ പരാതിയാണെന്ന് ഉറപ്പിച്ചിട്ടും
അക്കാര്യത്തെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ പറഞ്ഞിട്ടില്ല. മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അദീല അബ്ദുള്ള ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടും അതിനെക്കുറിച്ചും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഇതോടെ കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആക്ഷേപം കൂടുതൽ ശക്തമാവുകയാണ്. IT വിദഗ്ധൻ കൂടിയ കെ ഗോപാലകൃഷ്ണൻ ഫോണുകൾ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് പോലീസിന് കൈമാറിയത്. അതിനാൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് തെളിവുകളില്ല. എന്നാൽ വ്യാജ പരാതി നൽകിയതുൾപ്പെടെ തെളിവുള്ള വിഷയങ്ങൾ ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കിയത് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പാലോട് നവവധുവിനെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ഇന്ദുജിയുടെ മരണം കൊലപാതകമാണെന്നും ജാതി വിവേചനവും ശാരീരിക ഉപദ്രവവും മകൾ നേരിട്ടെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇന്ദുജിയുടെ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ദുജയെ ഭർത്താവ് അഭിജിത്ത് ഉപദ്രവിച്ചിരുന്നുവെന്നും ഇയാളെ പേടിച്ച 2 തവണ മകൾ വീട്ടിൽ വന്നിരുന്നുവെന്നും പിതാവ് ശശീധരൻ കാണി. അവൾ പേടിച്ച് 2-3 ദിവസം വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നു. അപ്പം അവളെ ദേഹത്തൊക്കെ മുറിവും പാടുമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോളെ കൊന്നളഞ്ഞവൻ ഗാർഹിക പീഡനം അവൻ കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ജാതി വിവേചനം നേരിട്ടു എന്ന ഗുരുതര ആരോപണവും കുടുംബം ഉന്നയിക്കുന്നു. നമ്മൾ ആദിവാസി കാണിക്കാ സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ വീട്ടിലോട്ട് നമ്മൾ താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ യവനെയും അവൻ്റെ അമ്മയും കൂടെ വിളിച്ചു പറഞ്ഞ് ആദിവാസിയിലുള്ള ഒരുത്തന്മാരും നല്ല ഭാഷയിലാണ് പറഞ്ഞത്. ഒരുത്തന്മാരും എൻ്റെ വീട്ടിൻ്റെ കാമ്പൗണ്ടിൽ കയറിപ്പോകില്ലെന്ന് പറഞ്ഞു. അതേസമയം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ ഇന്ദുജിയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കണ്ടെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബത്തിന്റെ ആരോപണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ PK റോസി മാധ്യമ അവാർഡ് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് ചൊവ്വാഴ്ച കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.